കഴിഞ്ഞ ദിവസം ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവമായിട്ട് ഇതിൽ ചേർച്ചയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അവിടെയും ഇത് തന്നെയായിരുന്നു. അതായത് കുറേ കാലമായിട്ട് പേപ്പറുകൾ മൂവ് ചെയ്യുന്നുണ്ട്. നേരത്തെ അറിയാമായിരുന്നൊരു കെട്ടിടമാണ്, അതവിടെ ഇല്ലേ. അപ്പോൾ അവിടെ ഒരാളുടെ ജീവൻ അങ്ങ് പൊടിയാണ്. ഇതിപ്പോൾ അതിനേക്കാളും വലിയ ഒരു പ്രശ്നമായില്ലേ. നേരത്തെ പറഞ്ഞ പോലെ എത്ര കുട്ടികളാണ് താഴെ കൂടെ പോകുന്നത്. ഈ സംവിധാനങ്ങൾ എന്നു മാത്രമല്ല അത് പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആയിരുന്നത് എന്നതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മറ്റോ കുഴപ്പമല്ല എന്ന് നമ്മൾ പറയുന്ന ആളുകളിൽപ്പെട്ട ആളാണ് ഞാനും. അത് അങ്ങനെയല്ല, നമ്മളൊരു സംവിധാനത്തിൻ്റെ ആകപ്പാടെ കുഴപ്പമായിട്ട് കാണണമെന്നാണ്. പക്ഷേ എനിക്കിതിനകത്ത് CPIM എന്ന പാർട്ടിയുടെ അംഗങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സ്ഥിതിയല്ല, പറ്റുന്നതല്ല. കാരണം അവർ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ്. കാരണം ഒരു സ്കൂളിൽ ഇത്രമാത്രം കുട്ടികളുള്ളൊരു സ്ഥലത്ത് അപകടകരമായിട്ടൊരു ബോംബ് പോലെ ഈ കാര്യങ്ങൾ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ശ്രദ്ധ വേണ്ടത് ആർക്കാണ്? 40 വർഷമായിട്ട് ഈ കേബിൾ ഇങ്ങനെ പോവുകയാണത്രേ. കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെ സംഭവിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന് താഴെ ഈ പറയുന്ന ഷെഡ് കെട്ടിയിരിക്കുകയാണത്രേ. ഇനി പോകട്ടെ, ഈ കുട്ടികൾ ഇനിയിപ്പോൾ ഇവിടെ ഷെഡുമുണ്ട്, ഷെഡിനോട് തൊട്ട് ചേർന്നൊരു കേബിളും ഇങ്ങനെ പോവുകയാണെങ്കിൽ കുട്ടികൾ അതിനകത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വിധം ഒരു വേലിയോ മറ്റോ അവിടെ നിർമ്മിക്കേണ്ടതില്ല. കുട്ടികൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലത്തെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു കെട്ടേണ്ടതല്ലേ? അതവർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഇത് CPIMൻ്റെ പഞ്ചായത്ത് അംഗങ്ങളും മറ്റുമൊക്കെയാണ് ഇവിടെ ഉള്ളത്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്താതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? ഞാൻ കുറ്റപ്പെടുത്തും. കാരണം അവർ ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ്. അവർ പൊതുപ്രവർത്തകരായിട്ട് CPIM എന്ന പാർട്ടി ആയതുകൊണ്ട് അവരിൽ വിശ്വസിച്ചിട്ടാണ് ഇത്തരം സംവിധാനങ്ങളെല്ലാം അവരുടെ മേലേക്ക് വരുന്നത്. അപ്പോൾ അത് വീഴ്ച ഉണ്ടായതിനു ശേഷം എനിക്കതിൽ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നത്, അത് തുറന്ന് പറയണമല്ലോ, ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന കഴിഞ്ഞ മെഡിക്കൽ കോളേജിലെ സംഭവത്തിലും നമ്മൾ കണ്ടത് ഈ സംഭവം നടന്ന ഉടനെ സർക്കാരിനെയും സംവിധാനങ്ങളെയും ന്യായീകരിക്കാനാണ് മന്ത്രിമാർ വരുന്നത്. അവിടെയാണെങ്കിൽ വാസവനും വീണ ജോർജും അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയ പിശക് ഞാൻ കാണുന്നത് ആദ്യം തന്നെ ന്യായീകരിക്കുകയാണ്. ഇവിടെ ഈ വാർത്ത ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വേദനയിൽ നമ്മളിപ്പോൾ പോലും അതിൻ്റെ ആഘാതത്തിന് മുക്തരല്ല. ഇതിൻ്റെ വേദനയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ശിവൻകുട്ടി മന്ത്രി വന്നിട്ട് അവിടെ നിന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമായിട്ട് പ്രശ്നമാക്കുകയല്ല വേണ്ടത്, ഇത് മറ്റു തരത്തിലുള്ള പ്രശ്നമാണ്, ആരാണിത് ഇങ്ങനെ എന്നൊക്കെ വിശദീകരിക്കുകയാണ്. എന്തിനാണ് രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് അപ്പോൾ ഭയപ്പെടുന്നത്? അതല്ലല്ലോ അപ്പോഴത്തെ അവിടെ പ്രശ്നം. കൂലിപ്പണിക്കാരനായിട്ട് പണിക്ക് പോകാൻ പറ്റാത്തൊരു അച്ഛൻ, അവിടെ പോയിട്ട് അവിടെ നിന്ന് കൂലിപ്പണിയെടുക്കുന്ന ഒരു അമ്മ, ഇത്രയും ദരിദ്രമായ സാഹചര്യത്തിൽ ഒരു കുട്ടി, ഇവിടുത്തെ സംവിധാനങ്ങളുടെ കുഴപ്പം കൊണ്ട് വീഴ്ച കൊണ്ട് മരിച്ചു പോയിരിക്കുന്നു. 13 വയസ്സുകാരനൊരു കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ എതിർ രാഷ്ട്രീയക്കാരും അല്ലാത്തവരായിട്ടുള്ള ആളുകൾ വിമർശിക്കും ഇതിനെ. അപ്പോൾ അതിനകത്തല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് കൊണ്ട് ആ വാക്ക് വർത്തമാനം മന്ത്രി ശിവൻകുട്ടി പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ഇതിനകത്ത് ഒരു സിസ്റ്റമിക് ഫെയിലിയർ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഈ വളരെ ലതാർജിക്കായിട്ടുണ്ട്. നമ്മുടെ സംവിധാനങ്ങളെ പരിശോധിക്കുന്ന ആളുകൾ വളരെ ലതാർജിക്കായിട്ടുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ, സ്കൂളുകൾ, ഇപ്പോൾ എയ്ഡഡ് സ്കൂളാണ്, സർക്കാർ സ്കൂളുകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒറ്റ സംഭവങ്ങളാണ്, ഒറ്റ മനുഷ്യരാണ് മരിക്കുന്നത്, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയല്ല. പക്ഷേ അത് ഇവരുടെ പരാജയമാണ്. ഞങ്ങൾക്കൊരു കുഴപ്പം പറ്റുന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ കുഴപ്പം പറ്റുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ ഞങ്ങളെ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കുകയല്ലാതെ, ഞങ്ങളുടെ അഭിമാന സംരക്ഷണമല്ല ഈ ഘട്ടത്തിൽ വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടല്ലാതെ, ഒരുപക്ഷേ ഇങ്ങനെ ഒരു 10 പതിറ്റാണ്ടിനോളമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയം ഇങ്ങനെ പോകുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ ആളുകൾ ലതാർജിക്കാവുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഉദ്ബോധിപ്പിച്ചിട്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നോക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട്. അത് കുട്ടികളുടെ മരണം സംഭവിച്ചതിന് ശേഷമല്ല വേണ്ടത്. ഏറ്റവും ഭാരം കൂടിയ, നമ്മളങ്ങനെ പറയുമല്ലോ, ഏറ്റവും ഭാരം കൂടിയ ശവപ്പെട്ടികൾ കുട്ടികളുടെ ശവപ്പെട്ടികളാണ്. ഇത് അതേക്കാൾ ഭാരമുള്ളതാവുകയാണ് ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലം. ഹർഷൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അച്ഛനും അമ്മയും അവരുടെ ഭാവി എന്ന് കണക്കാക്കുന്ന ആളുകളെ നമ്മുടെ കുഞ്ഞുങ്ങൾ.